നിങ്ങൾക്കറിയുമോ? ഈ കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ ഇത് ഞങ്ങൾ പറയണ്ടേ? ഞങ്ങൾ പറയാന്ന് മാത്രല്ല, ഞങ്ങൾ 1000 വട്ടം പറയും. ഇതൊരു സമുദായത്തിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങൾ കൊടി പിടിക്കുന്നത്, ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത്, ഞങ്ങൾ ഇതുപോലെ സംഘടിച്ച് പരിപാടി നടത്തുന്നത് ഞങ്ങളുടെ കൊക്കിലെ ശ്വാസം ഉള്ളിടത്തോളം അത് സംരക്ഷിക്കാൻ തന്നെയാണ്, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ. ഒന്നോർത്തോ, ഭരണത്തിൽ വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ വന്നാൽ മുസ്ലിം ലീഗ് ഈ സാമുദായിക പ്രശ്നങ്ങൾ നേടിയെടുക്കാൻ അതിന്റെ മുൻപന്തിയിൽ നിൽക്കും. അതില്ലാതെ എന്തിനാ ലീഗ്? ഈ മറ്റു എന്ത് വ്യത്യാസ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ലീഗിനുള്ളത്? നിങ്ങൾ പറഞ്ഞേ. ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് പതുക്കെ RSSകാരൻ ഉയർത്തിനേക്കാൾ വളരെ ഏറ്റവും മ്ലേച്ഛമായി ഇവിടുത്തെ ഒരു സമുദായത്തെ 9 കൊല്ലമായി നിങ്ങൾ വേട്ടയാടുകയാണ്. അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കുറച്ചു ആളുകളുടെ വായ്ക്കകത്ത് തിരികെ കൊടുത്ത് സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന പണിയെടുക്കുക. ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി, ഇവിടെ ഈ ദാറുൽ ഹുദ എന്ന് പറയുന്ന ഒരു മഹാസ്ഥാപനമുണ്ട്. ഞാൻ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത് ഫിൻലൻഡിൽ പോയി. ആ ഫിൻലൻഡിൽ പോയ സമയത്ത് അവിടുന്ന് അവര് പറഞ്ഞു, ഇവിടെ 2-3 തവണയാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പണ്ഡിതൻ വരാറ്. ദാറുൽ ഹുദയുടെ പ്രിൻസിപ്പൽ അവിടെ പോയി. അവിടുന്ന് ഡെൻമാർക്ക് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അതിശയം തോന്നിപ്പോയി. അത്രയൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ദാറുൽ ഹുദ കൊണ്ടുവന്നിട്ടുള്ള ഒരു സമാന്തര വിദ്യാഭ്യാസം ഉണ്ട്. നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ചു നോക്ക്. കണ്ണൂരിന് അപ്പുറത്തേക്ക് യാത്ര ചെയ്ത് ശീലമില്ലാത്ത കുറെ അണ്ടനും അടകോടന്മാരും ലോകം അറിയില്ല. ആ യൂണിവേഴ്സിറ്റികൾ പോയി നോക്ക്. നിങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നയതന്ത്ര രംഗങ്ങളിൽ പോയി നോക്ക്. അവിടങ്ങളിലടക്കം ഈ ചെമ്മാടിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികളുണ്ട്. അതിന്റെ അസൂയാണ്. എന്നിട്ട് പരിസ്ഥിതിവാദത്തിന്റെ മൂലക്കുരുവായിട്ട് ദാറുൽ ഹുദയുടെ മുമ്പിൽ വന്ന് കോപ്പറേറ്റീവ് തരം കാണിച്ചിട്ട് ആ സ്ഥാപനം അങ്ങോട്ട് അടച്ചു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്തു വികാരമാണ്? മുഖ്യമന്ത്രി മിണ്ടിയോ? വേറെ ചില ആളുകൾ വേറെ ചില താല്പര്യങ്ങളുടെ മിണ്ടാതിരുന്നല്ലോ. എല്ലാവരെയും ഇവർ തീർക്കും. അവസാനം സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരാൾ ഒറ്റക്ക് തീരുമെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി എന്നോട് തന്നെ പറയാൻ, ഇത് ഒറ്റക്ക് തീരുമെന്ന് വിചാരിക്കരുത്. ഒന്നിച്ചെല്ലാവരും തീരുന്നിടത്തേക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരന് പോക്കുണ്ടാവുക. സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപകടത്തിലേക്ക്, നാശത്തിലേക്ക് സൂക്ഷിക്കേണ്ട സ്നേഹമുള്ളവരെ.